നമസ്കാരം. കേരളത്തിൽ തുടർച്ചയായി സ്വർണ്ണവില കൂടുകയാണ്. പുതുവർഷത്തിന്റെ രണ്ടാം ദിവസവും വില വർദ്ധിച്ചു. ഈ വർഷം വൻ കുതിപ്പ് സ്വർണത്തിൽ ഉണ്ടാകുമെന്ന പ്രവചനങ്ങൾ ശരിവയ്ക്കും എന്ന തരത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ സ്വർണ്ണവില കുതിച്ചുകൊണ്ടിരിക്കുന്നത്. രൂപ കരുത്ത് കാട്ടാൻ സാധിക്കാതെ നിൽക്കുന്നതാണ് ഇന്ത്യൻ വിപണിയിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഇതാണ് വലിയ തിരിച്ചടിക്ക് കാരണമായിരിക്കുന്നത്. ആഗോള വിപണിയിലും സ്വർണ്ണവില കൂടി വരികയാണ്. ക്രൂഡ് ഓയിൽ വില കുതിക്കുന്നതും ഇന്ത്യക്ക് ആശങ്ക സമ്മാനിക്കുകയാണ്. ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ് കോയിൻ നേരിയ മുന്നേറ്റം തുടരുന്നുണ്ട്. ഡോളർ ഉയർന്ന കരുത്തിൽ നിൽക്കുന്നത് സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് ഒരു പ്രതീക്ഷയാണ്. അതേസമയം രൂപ കരുത്ത് കൂട്ടുക കൂടി ചെയ്താൽ മാത്രമേ ഈ ഘട്ടത്തിൽ സ്വർണ്ണവില കുറയുകയുള്ളൂ. നിലവിൽ അതിന് സാധ്യത വളരെ കുറവാണ്. കേരളത്തിൽ സ്വർണം ഗ്രാമിന് 30 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ബുധനാഴ്ച 40 രൂപ വർദ്ധിച്ചിരുന്നു. 22 കാരറ്റ് സ്വർണം ഗ്രാമിന് 7180 രൂപയാണ് ഇന്നത്തെ വില. പവൻ സ്വർണത്തിന് 57,440 രൂപയിൽ എത്തിയിട്ടുണ്ട്. 18 കാരറ്റ് സ്വർണം ഗ്രാമിന് 25 രൂപ വർദ്ധിച്ച 5930 രൂപയിൽ എത്തിയിട്ടുണ്ട്. അതേസമയം ഏറെ നാളുകൾക്ക് ശേഷം വെള്ളിയുടെ വിലയിൽ വലിയ മാറ്റം വന്നിരിക്കുകയാണെന്ന്. 1 രൂപ വർദ്ധിച്ച ഗ്രാമിന് 94 രൂപ ആയിട്ടുണ്ട്. ആഗോള വിപണിയിൽ കഴിഞ്ഞ ദിവസം അവധിയായിരുന്നു എങ്കിലും ഇന്ന്, അതായത് ജനുവരി മാസം 2-ാം തീയതി സ്വർണ്ണവില കയറി വരികയാണ്. സ്വർണം ഔൺസിന് 2634 രൂപയാണ് വില. വ്യാപാരം തുടരുന്നതിനാൽ തന്നെ ഇനിയും വില വർദ്ധിച്ചേക്കും. ഇതിന്റെ പ്രതിഫലനം നാളെ കേരള വിപണിയിൽ കാണാൻ സാധിക്കും. ഡോളർ സൂചിക 108.31 എന്ന നിരക്കിലെത്തിയിട്ടുണ്ട്. ഇന്ത്യൻ രൂപ 85.72 എന്ന നിരക്കിലാണ് ഉള്ളത്. ഇന്ന് സ്വർണം ആഭരണമായി വാങ്ങുന്നവർക്ക് പണിക്കൂലി, GST, ഹോൾമാർക്കിംഗ് ചാർജ് എന്നിവ ഉൾപ്പെടെ 62,500 രൂപ വരെ ചിലവ് വന്നേക്കും. പഴയ സ്വർണം വിൽക്കുന്നവർക്ക് 4% കുറവിലുള്ള പണം കിട്ടുന്നതായിരിക്കും. പഴയ ആഭരണങ്ങൾ വാങ്ങിയ ജ്വല്ലറിയിൽ തന്നെ വിൽക്കുകയാണെങ്കിൽ കൂടുതൽ മൂല്യം കിട്ടും. ചില ജ്വല്ലറികൾ 2% വില കുറച്ച പഴയ സ്വർണം സ്വീകരിക്കാറുണ്ട്. ആഭരണമായി അണിയുക എന്നത് മാത്രമാണ് ലക്ഷ്യമെങ്കിൽ 18 കാരറ്റിലുള്ള സ്വർണമാണ് നല്ലത്. 1 പവൻ ആഭരണം വാങ്ങുമ്പോൾ 22 കാരറ്റിനേക്കാൾ 10,000 രൂപയുടെ വിലക്കുറവ് ഉണ്ടാകും. വിലക്കുറവായതിനാൽ പണിക്കൂലിയും GSTയും എല്ലാം കുറവ് വരുന്നതിനാലാണ് ഇത്രയും വില താഴുന്നത്. അതേസമയം ബാങ്ക് ലോണിന് ഈ കാരറ്റിനുള്ള സ്വർണം സ്വീകരിക്കാറില്ല. ക്രൂഡ് ഓയിൽ വില കൂടി വരുന്നത് വിപണിയിൽ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. ബ്രന്റ് ക്രൂഡ് ബാരലിന് $75 ആണ് പുതിയ വില. WTI ക്രൂഡ്, മർബൻ ക്രൂഡ് എന്നിവയ്ക്കും വില കൂടിയിട്ടുണ്ട്. UAEയുടെ മർബൻ ക്രൂഡിന് $75 കടന്നിട്ടുണ്ട്. ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ് കോയിൻ വില അല്പം ഉയർന്നിട്ടുമുണ്ട്. $94,000 എന്ന നിരക്കിലാണ് ഇപ്പോൾ ഉള്ളത്.